സോ നമ്മൾ റൂബിക്സ് ക്യൂബിന്റെ സ്റ്റെപ്പിന്റെ ആദ്യ പടിയായിട്ടുള്ള ഡെയ്സി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഡെയ്സി കണ്ടോ, ഒരു പൂവ് ആകൃതിയിൽ നമ്മൾ ഡെയ്സി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഡെയ്സി ക്രിയേറ്റ് ചെയ്ത വൈറ്റ്സിനെ കണ്ടോ, ഈ കുരിശാകൃതിയിൽ വൈറ്റ് ക്രോസിൽ ഇരിക്കുന്ന കണ്ടോ, ഈ വൈറ്റിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബോട്ടം ലെയർ ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. വൈറ്റിന്റെ കണ്ടോ, ഈ ബോട്ടം ലെയറിലെ ക്രോസ്, അതായത് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് ഇതാണ് ആക്ച്വലി. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ ക്രോസ് വൈറ്റ്സിന് നമ്മൾ കൊണ്ടുവരേണ്ടത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഈ വൈറ്റിന്റെ നടുവിൽ ഈ ക്രോസ് ആയിട്ട് നമ്മൾ കൊണ്ടുവരണം. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട ഈ ക്രോസ് വൈറ്റ്സ് ആണ്. അതിൽ നമ്മൾ ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പൊ ഈ വൈറ്റ് ക്രോസിൽ ഈ വൈറ്റിന്റെ നേരെ സൈഡിലെ കളർ നോക്കുക, അത് ഏതാണ്? ഗ്രീൻ ആണ്. അപ്പോ ഈ ഗ്രീനിനോട് ഈ മിഡിൽ ലെയറിലെ സെന്റർ മാച്ചാക്കുക ആദ്യം നമ്മൾ. ഈ ഗ്രീനിനോട് മിഡിലിൽ ഇപ്പൊ ബ്ലൂ ആയിരിക്കുന്നത്, അത് ചേരത്തില്ല. ബ്ലൂവും ഗ്രീനും ചേരില്ലല്ലോ. അപ്പൊ ഗ്രീനിനോട് ഗ്രീൻ മാത്രം ചേരുള്ളൂ. കണ്ടോ, ഈ മിഡിൽ ലെയറിലെ ഗ്രീനുമായിട്ട് നമ്മൾ മാച്ച് ആക്കുക. അപ്പൊ ഇങ്ങനെയായല്ലോ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ഈ ലെയർ ഉണ്ടല്ലോ, ഈ വൈറ്റ് നേരെ ഇങ്ങനെ തിരിച്ച് നേരെ ബാക്കിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ നേരെ ഈ വൈറ്റിലേക്ക് ഇവിടെ വരും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ വരിക. ഇവിടെ ഇപ്പൊ ഈ വൈറ്റിന്റെ ഇവിടെ ബ്ലൂ ആണ് ഇരിക്കുന്നത്. ബ്ലൂവിന്റെ താഴെ മിഡിലിൽ ഓറഞ്ച് ആണല്ലോ ഇരിക്കുന്നത്, അത് പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇവിടെ ബ്ലൂ ആയിട്ട് മിഡിലിൽ മാച്ച് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തിരിക്ക്. കണ്ടോ, വൈറ്റ് ഇവിടെ കൊണ്ടുവരിക. സോ അടുത്ത് ഇവിടെ നോക്കുക, ഇവിടെ ഓറഞ്ച് ആണ്, പക്ഷെ ഇവിടെ റെഡ് ആ വന്നേക്കുന്നത് മിഡിലില്. അപ്പൊ നമ്മൾ നേരെ തിരിച്ച് റെഡുമായിട്ട്, ഇത് താഴെ റെഡ് നമ്മൾ നോക്കുന്നില്ല, ബോട്ടം ലെയർ നമ്മൾ ഒരിക്കലും നോക്കില്ല. ഇവിടുത്തെ ഫൈനൽ ലെയറിലെ ഓറഞ്ച് മിഡിൽ ഓറഞ്ചുമായിട്ട് ഈ കോറുമായിട്ട് മാച്ച് ചെയ്യണം. മനസ്സിലായോ? കോറ് പറഞ്ഞ് മനസ്സിലായല്ലോ, അത് ഒരിക്കലും ചേഞ്ച് ആകത്തില്ല. ആ കോറുമായിട്ട് സംഭവം മാച്ച് ആകണം. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ വീണ്ടും നേരെ തിരിച്ച് വൈറ്റിലോട്ട് കൊണ്ടുവരിക. കണ്ടോ, ഇനി വീണ്ടും ഇവിടെ ഒരു വൈറ്റും കൂടി ബാക്കിയുണ്ട്, അത് നേരത്തെ പറഞ്ഞ പോലെ തിരിച്ച് റെഡുമായിട്ട് മാച്ച് ചെയ്യുക. ഇങ്ങനെ വരണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കോറ് ഈ റെഡുമായിട്ട് മാത്രം മാച്ച് ചെയ്താൽ മതി. അതിനുശേഷം ഇത് തിരിച്ച്, അതിനുശേഷം നമ്മൾ പഴയപടി നമ്മളിങ്ങനെ തിരിച്ച് താഴേക്ക് തിരിച്ചിട്ട്, കണ്ടോ, ഇപ്പൊ നേരെ ഇവിടെ ഇരുന്ന് ഈ യെല്ലോയെ ക്രോസ് ചെയ്തിരുന്ന സാധനം ഇവിടെ നമ്മുടെ ബോട്ടം ലെയറിലെ ഡെയ്സി പോലെ കണ്ടോ, വൈറ്റിൽ നമ്മൾ ക്രോസ് ആയി. കണ്ടോ, 4 സൈഡിൽ. ഇത് നോക്കണ്ട, ഈ കോർണർ പീസ് നിങ്ങൾ നോക്കണ്ട, ഈ അധിക ചിഹ്നം ക്രോസിൽ നമ്മൾ കറക്റ്റ് നമുക്ക് കിട്ടി. അപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളിപ്പോ നമ്മുടെ വൈറ്റിലേക്ക് നമ്മൾ മാറ്റുന്നത്. മനസ്സിലായോ? അതായത് യെല്ലോയുടെ ഓപ്ഷനിൽ നിന്ന്, ഡെയ്സിയിൽ നിന്ന് നമ്മൾ ബോട്ടമിലേക്ക് നമ്മൾ എത്തിക്കുന്ന സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നിങ്ങളിത് കറക്റ്റ് ആയിട്ട് ഇത് നിങ്ങൾ പഠിക്കുക. സോ ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. ഓക്കെ.